നമ്മുടെ ഗോൾഡ് ആൻഡ് ബ്യൂട്ടിഫുളിന്റെ ഓണാഘോഷ തിമിർപ്പുകൾ ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെ ഒക്കെ ഒരു ആഘോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുളിലെ എല്ലാ സുന്ദരികളായിട്ടുള്ള കോമ്പയേഴ്സും ഇന്ന് ഇവിടെ ഒത്തുചേർന്ന് എന്റെ പുറകിലിരുന്ന് ഇവിടെ കലപിലാണെന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവർ ആഘോഷിച്ച് നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവരെല്ലാരും ബാക്കി നിൽക്കുന്നത്. ഇവരെല്ലാവരും നിങ്ങൾ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഭയങ്കര സൽസ്വഭാവികളും ഭയങ്കര അച്ചടക്കമുള്ള പെൺകുട്ടികളായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഇവരുടെ തനി നിറമാണ് നമുക്ക് ഇന്ന് കണ്ടറിയാം അല്ലെ. എന്തായാലും അങ്ങോട്ട് പോവാം. നമ്മുടെ പ്രേക്ഷകർ നിങ്ങളെ പരിചയപ്പെടാനായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ തനി നിറം അവർക്ക് ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കും. ഒരു മണിക്കൂർ എടുത്ത് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനല്ല, അവരെ പരിചയപ്പെടാനാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ തനി നിറം ഞാൻ അവർക്ക് ഇന്ന് കാണിച്ചു കൊടുത്തിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ഓണം. എന്റെ പേര് ശ്രുതി തമ്പുരാട്ടി. വേറെ എന്തെങ്കിലും അറിയണോ? പിന്നെ എന്റെ കഴിവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു എപ്പിസോഡ് തീരൂല. അത് ഈ ഒരു എപ്പിസോഡ് മതിയാവത്തില്ല. എന്നാൽ ഞാൻ കലാതിലകമായിരുന്നു 5 വർഷം ആലപ്പുഴ ജില്ലയിൽ. എന്നെ ഇങ്ങോട്ട് വേണു വായി നോക്കാറാണെന്ന് ഇറക്കണം. ഇവിടെ തുടങ്ങിയല്ലോ. അറിയാലോ, ഞാൻ ഭയങ്കര ശരിക്കും പാവാണ്. അതെ അതെ, രേണുവിന്റെ അത്ര വരില്ലെങ്കിലും അല്ലെങ്കിൽ ശ്രുതിയുടെ തമ്പുരാട്ടി അല്ലെങ്കിലും നമ്മുടെ ഒരു ഡിസൈനറാണ് ബേസിക്കലി ബൈ ക്വാളിഫിക്കേഷൻ. പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇത്രയും ഞാൻ NID-യിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈൻ കഴിഞ്ഞാണ്. പറയാനോ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സൗന്ദര്യവും അതെ ബുദ്ധി എന്താ പ്രൊഫൈൽ വേണ്ട ഒരു കാര്യം. ചങ്ങലക്കിട്ടതിന്റെ ബാക്കിയാണോ? പിന്നെന്താ ഞാൻ പാവം വാച്ചേരിച്ചാണ്. അപ്പൊ എന്റെ പേര് ഇപ്പൊ ദൂരദർശന് വന്നു തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ പരിചയം ഉണ്ടാവുള്ളൂ. ഞാനൊരു കുഞ്ഞി ഫിലിം ഡയറക്ടറാണ്. അതേപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ട് ഇങ്ങനെ പോകും. ഗ്രീൻ മിത്തോളജിയിലെ പേരുള്ള ഒരാളുണ്ട് ഇവിടെ. അതെ, അതെന്റെ അച്ഛനമ്മയ്ക്കും കിട്ടിയതായിരുന്നു. ലൈക്ക് ബൈബിളിന് എടുത്താന്ന് തോന്നുന്നു. ഏറ്റവും ഭാവം ഞാനാണ്. പിന്നെ എന്നെ പറ്റി പറയാനാണെങ്കിൽ അധികം ടാലന്റ് ഒന്നുമില്ല, അത്യാവശ്യം ഫോട്ടോഗ്രാഫി ഉണ്ട്. അയ്യോ, ഞാനൊരു ഡോക്ടറാണ്. എന്തെങ്കിലും പ്രശ്നമാണോ? എന്റെ ഒരു CSR സൈഡ് എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. തിരുവോണപ്പുലരിൽ തിരുമുൽ കാഴ്ച വെക്കാൻ ഞങ്ങൾ ഇനി നിൽക്കുവാണ്. അല്ലെ, എനിക്ക് തോന്നുന്നു നമുക്ക് കിളിക്കത്തിന്റെ രേവതി കൊടുക്കാം. റൂം തരാമെന്ന് പറഞ്ഞിട്ട് റൂം തന്നില്ല. അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്റെ അമ്മാവനാണ്. അമ്മാവനോട് വെച്ചാൽ റൂം തരാന്ന് പറഞ്ഞു. അപ്പൊ അവനെന്നെ എഴുന്നേച്ചപ്പോ ഞാനൊന്ന് പട്ടിന്ന് വെച്ചു. അപ്പൊ അവിടെ നിൽക്കണത് എന്നോട് ഇറങ്ങി പോകാറുമ്പോ ഞാൻ ഇവിടുന്ന് ഫോണിൽ തലയ്ക്ക് ഒച്ചയായിരുന്നു. അപ്പൊ അവിടെ ഇരുന്നിടത്തും കൊടയിൽ തന്നെ കുത്താനപ്പോ ഞാൻ കൊടയിൽ തന്നെ വരത്ത് ഒറ്റ കുത്തി. അവൻ ആശുപത്രി കൊണ്ട് അത്ര ഞാൻ ചെയ്തുള്ളൂ.
തിരുവിതാംകൂർ ഭാഗങ്ങളിൽ സ്ത്രീകൾ മാത്രം കളിക്കുന്ന ഒരു ഓണക്കളിയാണ് തുമ്പിതുള്ളൽ. ഇന്ന് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുളിലെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി നമുക്ക് ഈ തുമ്പിതുള്ളൽ ആസ്വദിക്കാം. മുളങ്കൊമ്പേ മുളം കണ്ടുവെട്ടി മുളം താളരിഞ്ഞേ ആരടി ശീലടി കന്യകളെ നിങ്ങളാടിയും പാടിയും കളമെഴുതും. എന്റെ കളമല്ല നിന്റെ കളമല്ല ശ്രീഭദ്രകാളിയുടെ പൂക്കളമായി കാലത്തെ കേറി വടക്കോട്ട് നോക്കുമ്പോൾ പനയെന്ന കാവിലെന്തമ്മെ കാണാം. ഒറ്റപ്പന കാണാം ഒലിലയും കാണാം ഒരടിക്കുന്നിലെ പാറ കാണാം. രണ്ടാകൊമ്പ മുളം കൊമ്പേ മുളം തണ്ടുവെട്ടി മുളം താളരിഞ്ഞേ ആരടി ശീലടി കന്യകളെ നിങ്ങളാടിയും പാടിയും കളമെഴുതും. എന്റെ കളമല്ല നിന്റെ കളമല്ല ശ്രീഭദ്രകാളിയുടെ പൂക്കളമായി കാലത്തെ കേറി വടക്കോട്ടു നോക്കുമ്പോൾ പനയെന്ന കാവിലെന്നമ്മെ കാണാം. ഒറ്റപ്പന കാണാം ഒലിലയും കാണാം ഒരടിക്കുന്നിലെ പാറ കാണാം. മൂന്നാം കൊമ്പ മുളം കൊമ്പേ മുളം തണ്ടുവെട്ടി മുളം താളരിഞ്ഞേ ആരടി ശീലടി കന്യകളെ നിങ്ങളാടിയും പാടിയും കളമെഴുതും. എന്റെ കളമല്ല നിന്റെ കളമല്ല ശ്രീഭദ്രകാളിയുടെ പൂക്കളമായി കാലത്തെ കേറി വടക്കോട്ട് നോക്കുമ്പോൾ പനയെന്ന കാവിലെന്നമ്മെ കാണാം. ഒറ്റപ്പന കാണാം ഒലിലയും കാണാം ഒരടിക്കുന്നിലെ പാറ കാണാം. നാലാം കൊമ്പ മുളം കൊമ്പേ മുളം തണ്ടുവെട്ടി മുളം താളരിഞ്ഞേ ആരടി ശീലടി കന്യകളെ നിങ്ങളാടിയും പാടിയും കളമെഴുതും. എന്റെ കളമല്ല നിന്റെ കളമല്ല ശ്രീഭദ്രകാളിയുടെ പൂക്കളമായി കാലത്തെ കേറി വടക്കോട്ട് നോക്കുമ്പോൾ പനയെന്ന കാവിലെന്നമ്മെ കാണാം. ഒറ്റപ്പന കാണാം ഒലിലയും കാണാം ഒരടിക്കുന്നിലെ പാറ കാണാം. അഞ്ചാം കൊമ്പ മുളം കൊമ്പേ മുളം തണ്ടുവെട്ടി മുളം താളരിഞ്ഞേ ആരടി ശീലടി കന്യകളെ നിങ്ങളാടിയും പാടിയും കളമെഴുതും. എന്റെ കളമല്ല നിന്റെ കളമല്ല ശ്രീഭദ്രകാളിയുടെ പൂക്കളമായി കാലത്തെ കേറി വടക്കോട്ട് നോക്കുമ്പോൾ പനയെന്ന കാവിലെന്നമ്മെ കാണാം. ഒറ്റപ്പന കാണാം ഒലിലയും കാണാം ഒരടിക്കുന്നിലെ പാറ കാണാം. ആറാം കൊമ്പ മുളം കൊമ്പേ മുളം തണ്ടുവെട്ടി മുളം താളരിഞ്ഞേ ആരടി ശീലടി കന്യകളെ നിങ്ങളാടിയും പാടിയും കളമെഴുതും. എന്റെ കളമല്ല നിന്റെ കളമല്ല ശ്രീഭദ്രകാളിയുടെ പൂക്കളമായി കാലത്തെ കേറി വടക്കോട്ട് നോക്കുമ്പോൾ പനയെന്ന കാവിലെന്നമ്മെ കാണാം. ഒറ്റപ്പന കാണാം ഒലിലയും കാണാം ഒരടിക്കുന്നിലെ പാറ കാണാം. ഏഴാം കൊമ്പ മുളം കൊമ്പേ മുളം തണ്ടുവെട്ടി മുളം താളരിഞ്ഞേ ആരടി ശീലടി കന്യകളെ നിങ്ങളാടിയും പാടിയും കളമെഴുതും. എന്റെ കളമല്ല നിന്റെ കളമല്ല ശ്രീഭദ്രകാളിയുടെ പൂക്കളമായി കാലത്തെ കേറി വടക്കോട്ട് നോക്കുമ്പോൾ പനയെന്ന കാവിലെന്നമ്മെ കാണാം. ഒറ്റപ്പന കാണാം ഒലിലയും കാണാം ഒരടിക്കുന്നിലെ പാറ കാണാം. എട്ടാം കൊമ്പ മുളം കൊമ്പേ മുളം തണ്ടുവെട്ടി മുളം താളരിഞ്ഞേ ആരടി ശീലടി കന്യകളെ നിങ്ങളാടിയും പാടിയും കളമെഴുതും. എന്റെ കളമല്ല നിന്റെ കളമല്ല ശ്രീഭദ്രകാളിയുടെ പൂക്കളമായി കാലത്തെ കേറി വടക്കോട്ട് നോക്കുമ്പോൾ പനയെന്ന കാവിലെന്നമ്മെ കാണാം. ഒറ്റപ്പന കാണാം ഒലിലയും കാണാം ഒരടിക്കുന്നിലെ പാറ കാണാം. ഒമ്പതാം കൊമ്പ മുളം കൊമ്പേ മുളം തണ്ടുവെട്ടി മുളം താളരിഞ്ഞേ ആരടി ശീലടി കന്യകളെ നിങ്ങളാടിയും പാടിയും കളമെഴുതും. എന്റെ കളമല്ല നിന്റെ കളമല്ല ശ്രീഭദ്രകാളിയുടെ പൂക്കള
കുമ്പോട്ടനെന്ന കാവിലെ നമ്മെ കാണാം. ഒറ്റപ്പനരണമൊരിലയും കാണാം, ഒരടിക്കുന്നിലെ പറ കാണാം. പച്ചാങ്കൊമ്പ മുളങ്കൊമ്പേ മുളം കണ്ടുവെട്ടി മുളം താളരിഞ്ഞേ. ആരടി ശീലരി കന്യകളെ നിങ്ങൾ ആടിയും പാടിയും കളമെഴുതും. എന്റെ കളമല്ല നിന്റെ കളമല്ല ശ്രീഭദ്രകാളിയുടെ പൂക്കളമാ. കാലത്തെ കേറി വടക്കോട്ട് നോക്കുമ്പോട്ടനെന്ന കാവിലെ നമ്മെ കാണാം. ഒറ്റപ്പന കാണാം, ഒരിലയും കാണാം, ഒരടിക്കുന്നിലെ പറ കാണാം. തുള്ളട്ടെ തുള്ളട്ടെ പൂക്കുല തുള്ളട്ടെ ഓരോരോ അല്ലികൾ തുമ്പോഴേ തുള്ളട്ടെ. തുള്ളട്ടെ തുള്ളട്ടെ പൂക്കുല തുള്ളട്ടെ ഓരോരോ അല്ലികൾ തുമ്പോഴേ തുള്ളട്ടെ. തുള്ളട്ടെ തുള്ളട്ടെ പൂക്കുല തുള്ളട്ടെ ഓരോരോ അല്ലികൾ തുമ്പോഴേ തുള്ളട്ടെ. ഇനി എന്താണ് ഓണം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണസദ്യയാണല്ലേ. ഞാൻ ദേ ഇവർക്ക് എല്ലാവർക്കും ഇലയൊക്കെ വിരിച്ചിവിടെ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. ഇനി അധികം സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരെന്നെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. എന്തായാലും നമുക്ക് സദ്യ കഴിച്ച് വയറങ്ങ് നിറയ്ക്കാൻ തന്നെ നമ്മൾ തീരുമാനിച്ചല്ലേ. യെസ്, ഓണസദ്യ. പാചകത്തിന്റെ ഏത് രീതി പോലും അറിയില്ലെങ്കിലും ഗോൾഡൻ ജൂറി ചെയ്യുന്ന കുക്കിംഗ് സെഗ്മെന്റ് ആൻസർ ചെയ്യുന്ന ആളുകൾ നമുക്കൊന്ന് ചോദിക്കാം, ഒറിജിനൽ സദ്യ എങ്ങനെയുണ്ട്, എന്താണ് അഭിപ്രായം? കഴിച്ചു നോക്കാമെന്ന് പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. കുറച്ച് അവിയലും കൂടെ കിട്ടും. വീട്ടിൽ അടുക്കള ജന്മത്തെ കണ്ടിട്ടില്ലെങ്കിലും ഇപ്പൊ വിളമ്പി ആളെ കണ്ടപ്പോൾ മനസ്സിലായത് ആരാണ് അടുക്കള കയറാത്തത്. ആവശ്യം പപ്പടം ഇങ്ങനെ ഒഴിച്ച് പൊട്ടിച്ച് അതെ വളരെ വൃത്തിയുള്ള രീതിയിലാണ് സദ്യ കഴിക്കുന്നത്. കാരണം ഞാൻ ഇത്ര നന്നായി സദ്യ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തൊക്കെ കാണാൻ കണ്ടായിരുന്നു അതിന്റെ തനതായ രീതിയിൽ. ആഹാ പറയൂ. ഞാൻ അത് മോത്തോട്ട് തോന്നുന്നില്ല. ഓക്കെ, ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഇല്ല, ഇപ്പൊ പറയൂ. എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അവിയല് സ്പെഷ്യലി കിഴിലം അവിയല്. ബിക്കോസ് വിളമ്പി കഴിഞ്ഞപ്പോ തന്നെ അവിയൽ കാണാനില്ല എന്റെ അതില്. ഇവിടെ എല്ലാവർക്കും വിളമ്പി കഴിഞ്ഞപ്പോൾ ഇവിടെ ശോഭയുടെ ഇടയിൽ മാത്രം അവിയൽ കാണാനില്ല. അതെ, അതുകൊണ്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടാണല്ലോ കഴിക്കുന്നത്. സദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടല്ലേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കണം. മലയാളികൾ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയൊരു ഹെൽത്തി ഫുഡാണ് സദ്യ എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ മിക്സ് ഓഫ് ഡിഫറെന്റ് ഡെസേർട്സ്. അത് ഓൾസോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സദ്യയുടെ ഇല മടക്കുന്നതിന് ഒരു സയന്റിഫിക് സംഭവം. ഒരിക്കലും ഇല ഇങ്ങനെ മടക്കരുത്, തിരിച്ചാൽ മടക്കണ്ടെന്ന് പറയും. ഓക്കെ, അതൊന്നും കറക്റ്റ് എക്സ്പ്ലനേഷൻ ചോദിച്ചത് എനിക്കറിയില്ല. ബട്ട് രസം ഈസ് കറക്റ്റ് മിക്സ് ആണ്. നമ്മൾക്ക് നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് കറക്റ്റ് ഉണർത്താൻ പറ്റുന്ന ചില രസമാണ് സദ്യ. ഇത് കഴിക്കുമ്പോൾ ഞാൻ എങ്ങനെ തന്നെ നോക്കണം എന്റെ ഒരു ഉള്ള എനിക്കിവരെല്ലാരും വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ പേര് അറിഞ്ഞൂടാ. അപ്പോൾ മീനാക്ഷി, ഞാൻ അലീന, അപ്പൊ ഇവരെല്ലാരും നമ്മുടെ ഗോൾഡ് ആൻഡ് ബ്യൂട്ടിഫുളിന്റെ പല എപ്പിസോഡുകളിലെ പാർട്ടിസിപ്പൻസ് ആയിട്ടും മോഡൽസ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം സുപരിചിതരായിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ഇവരുടെ ഓണ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം.
അപ്പോ ആദ്യം ആരാ പറയാ? നമുക്ക് എന്തായാലും ഓണത്തിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സദ്യ തന്നെയാണ്. സദ്യയാണ്. അപ്പൊ സദ്യയെ പറ്റി ആര് പറയും? മാളവിക പറ. സദ്യ ഓണത്തിന്റെ മെയിൻ അട്രാക്ഷൻ ഞാൻ പറഞ്ഞ പോലെ സദ്യ തന്നെയാണ്. സദ്യ കഴിക്കണമെങ്കിൽ മാത്രമാണ്. അല്ല, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു വിഭവം അങ്ങനെ എന്തെങ്കിലും കാണുമല്ലോ? ഓണം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല. പായസം ഇഷ്ടമാണ്. ഏത് ഇഷ്ടമാണ് പായസം? അടപ്രഥമൻ ഭയങ്കര. ഓണക്കോടിയുടെ കാര്യം ഇവരുടെ ഇടയ്ക്ക് പറഞ്ഞത് ഒലീവിയാണ്. ഓണക്കോടിയെ പറ്റി കൂട്ടത്തിൽ ഏറ്റവും കളർഫുൾ ഒലീവിയാണ്. എനിക്കിഷ്ടമാണ്. എന്തിന്റെ കൂടെ ഗോൾഡ് മാത്രമല്ല നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യുന്ന ഒരു സമയം. നന്നായിട്ട് ഒരുങ്ങിയാലും ആരും ഓണല്ലേ കുഴപ്പമില്ല. നമ്മുടെ കൂടെ ഒരു നല്ല പാട്ടുകാരിയുണ്ട്, ചെൽസ. നമുക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഓണപ്പാട്ട് പാടാൻ നേരത്തെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ചെൽസ, ഏത് പാട്ടാ പാടുന്നത്? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മൂവി ഉണ്ടായിരുന്നു, ജേക്കബ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി മൂവിയാണ്. എല്ലാ കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും കണ്ടാണ്. അപ്പൊ എനിക്കതിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ അതിൽ ദുബായിലെ ഓണം സെലിബ്രേഷൻ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് പാടുന്ന ഒരു പാട്ട് അത് തന്നെയാവാം നമുക്ക്. ഓക്കെ. മനസ്സാകിനിലാവ് മലയാള ചുണ്ട് മലയാളപ്പാട്ട് തിരുവാവണിരാവ് മനസ്സാകിനിലാവ് മലയാള ചുണ്ട് മലയാളപ്പാട്ട് മാവിൽ കൊണ്ടേറുന്നൊരു പൂവാലിക്കുയില് മാവിന്റെ വരവായ തിരുവാവണിയാവ് മനസ്സാകിനിലാവ് മലയാള ചുണ്ട് മലരോണ പാട്ട്. ഓണവിശേഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഇന്നുകൊണ്ട് തീരുന്നൊന്നുമല്ല. അടുത്ത എപ്പിസോഡിലും നമുക്ക് വീണ്ടും കുറെ ആഘോഷങ്ങളും വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. കാത്തിരിക്കുക. കളിക്കത്തില്ല. ഈ ഓണാഘോഷങ്ങൾ ഇങ്ങനെ നമ്മൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളിന്റെ പ്രേക്ഷകർക്ക്